നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതനായ സംവിധായകനാണ് ആലപ്പി അഷ്റഫ്. നിരവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. സെലിബ്രിറ്റികളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അധികം ആർക്കും അറിയാത്ത കഥകളുമായിട്ടാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വരാറുള്ളത്. യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ പ്രിയദർശന്റെ കുടുംബത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകരിൽ ഒരാളാണ് പ്രിയദർശൻ. 5 പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ 90-ലധികം ചിത്രങ്ങളാണ് പ്രിയദർശൻ പല ഭാഷകളിലായി സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ലിസി. മലയാളത്തിലെ അറിയപ്പെടുന്ന നായിക കൂടിയായിരുന്നു. പ്രിയൻ സംവിധാനം ചെയ്ത ഒട്ടേറെ ചിത്രങ്ങളിലെ നായികാവേഷം കൈകാര്യം ചെയ്തത് ലിസിയായിരുന്നു. വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇരുവരും അടുത്തിടെയാണ് പിരിഞ്ഞത്. ഇവരുടെ മക്കളായ സിദ്ധാർത്ഥും കല്യാണിയും സിനിമാ മേഖലയിൽ തന്നെ സജീവമാണ്. മൂത്ത മകളായ കല്യാണി പ്രിയദർശൻ മലയാളത്തിലെ തിരക്കേറിയ നായികയാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങളിലാണ് കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. വരനെ ആവശ്യമുണ്ടെന്ന് അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ ജോഡിയായാണ് മലയാളത്തിൽ കല്യാണി വേരുറപ്പിച്ചത്. പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി കല്യാണി മാറിയിരുന്നു. അടുപ്പിച്ചിറങ്ങിയ ബ്രോഡാഡിയിൽ പൃഥ്വിരാജ് സുകുമാരന്റെയും ഹൃദയത്തിൽ പ്രണവ് മോഹൻലാലിന്റെയും നായികയായി കല്യാണി അഭിനയിച്ചതോടെ മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ താരത്തെ തേടിയെത്തി. ഇപ്പോൾ ഫഹദ് ഫാസിലിന്റെ നായികയായി കൂടി താരം അഭിനയിക്കുകയാണ്. നേരത്തെ കല്യാണി പ്രിയദർശനും പ്രണവ് മോഹൻലാലും തമ്മിൽ പ്രണയത്തിലാണോ, ഇരുവരും വിവാഹം കഴിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിരന്തരം ആരാധകർ ഉന്നയിച്ചിരുന്നു. ഇതിൽ മറുപടി പറയുകയാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: കല്യാണി പ്രിയദർശന്റെ ജീവിത വീക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. കല്യാണി പ്രിയദർശന്റെയും സഹോദരൻ സിദ്ധാർത്ഥിന്റെയും ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ലിസി പ്രിയദർശൻ ദമ്പതികളുടെ മകളാണല്ലോ കല്യാണി എന്ന അമ്മുവും സിദ്ധാർത്ഥ് എന്ന ചന്തുവും. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഈ 2 കുട്ടികളെയും അവർ വളർത്തിക്കൊണ്ടുവന്നത് ആർഭാടത്തിന്റെ രീതികളിലല്ലായിരുന്നു. സമ്പന്നതയുടെ നടുവിൽ ജീവിക്കുമ്പോഴും അതുമാത്രമല്ല ജീവിതമെന്നും അശരണരുടെയും നിരാലംബരുടെയും മറ്റൊരു ലോകം ഇവിടെയുണ്ടെന്ന് ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തത് മറ്റൊരു രീതിയിലാണ്. 2 പേർക്കും തിരിച്ചറിവുണ്ടായ ശേഷം അവരെ ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുന്നു. അവിടെയുള്ള അനാഥ കുട്ടികൾക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും കഷ്ടപ്പാടുകൾ അറിയുന്നു. പ്രിയൻ അതിനായി തെരഞ്ഞെടുത്തത് വിയറ്റ്നാമിലെ ഒരു കുഗ്രാമമായിരുന്നു. ബാല്യകാലത്ത് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിച്ചുകൊണ്ടിരിക്കുകയും സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ഒരു ലോകത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹവും പരിലാളനകളും ലഭിക്കാത്ത ബാല്യങ്ങളും ഈ ലോകത്തുണ്ടെന്ന്. കുഞ്ഞുനാളിലെ ഈ ജീവിതങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കണം ഷർട്ടൊക്കെ കീറിയാലും ഒരു ആക്ഷേപവും കൂടാതെ അവൻ അത് ഇട്ടുകൊണ്ട് നടക്കുമെന്ന് ലിസി പറയുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഗുണമാണ് അവരുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞിട്ടും അവർ ഉൾക്കൊള്ളുകയും അവർ ഒരു തരത്തിലും തളർത്താതിരിക്കുകയും ചെയ്തത്. കാരണം ലോകത്തിൽ ഇങ്ങനെയും നടക്കുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. ലിസിയും പ്രിയനും വേർപിരിഞ്ഞുവെങ്കിലും പരസ്പരം ചെളി വാരി എറിഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാത്തത് കൊണ്ട് കാരണം ഇപ്പോഴും അവർ മാതാപിതാക്കളുടെ സ്നേഹത്തിലും പരിലാളനയിലും മുന്നോട്ട് പോകുന്നു. അമ്മുവിന്റെ അനുജൻ ചന്തു അമേരിക്കയിൽ നിന്ന് ആർക്കിടെക്ചർ ഡിസൈനിങ് ബിരുദം നേടിയിരുന്നു. എന്നാൽ പിന്നീട് ചന്തു സ്പെഷ്യൽ എഫക്ട് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമായിരുന്നു. ഇന്ന് പ്രിയന്റെ 4 ഫ്രെയിംസ് എന്ന സ്റ്റുഡിയോ നോക്കി നടത്തുന്നത് ചന്തുവാണ്. അമേരിക്കയിലെ പഠനകാലത്ത് ചന്തു അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അവളുടെ പേരാണ് മെലൻ. ജാതി, മതം, രാജ്യം ഇതിനൊക്കെ മുകളിലാണ് മനുഷ്യസ്നേഹം എന്ന് ചിന്തിച്ചത് കൊണ്ടാവണം ചന്തു ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. തന്റെ ഈ തീരുമാനം ചന്തു അമ്മയെ അറിയിക്കുന്നു. എന്നാൽ ലിസി തന്റെ മകനോട് പറയുന്നു, അവിടുത്തെ സാഹചര്യത്തിൽ വളർന്ന കുട്ടി ഈ നാട് പോലും അവൾ കണ്ടിട്ടില്ല. നീ നാട്ടിൽ ജീവിക്കേണ്ടവൻ ആയതുകൊണ്ട് അങ്ങനെ പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം മറ്റൊരു സംസ്കാരത്തിലും ജീവിത സാഹചര്യത്തിലും വളർന്ന ഈ പെൺകുട്ടി എങ്ങനെ ഇതുമായി പൊരുത്തപ്പെടുമെന്ന് ലിസിക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ലിസി അവരോട് നാട്ടിൽ ഒരു വർഷം വന്ന് താമസിക്കാൻ പറയുന്നു. ഒരുമിച്ച് കഴിഞ്ഞ് നല്ലതെന്ന് ബോധ്യപ്പെട്ടാൽ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറയുന്നു. കേട്ടയുടൻ ചന്തു അവളെയും കൂട്ടി നാട്ടിലേക്ക് വരുന്നു. അവിടെ ഒരു വർഷം താമസിക്കുമ്പോഴേക്കും ലിസിക്ക് അവരുടെ ബന്ധത്തിന്റെ ആഴം മനസ്സിലാവുന്നു. അങ്ങനെയാണ് അവരുടെ വിവാഹം നടക്കുന്നത്. കല്യാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിലെ മുതൽ തന്നെ സ്വന്തമായി പണമുണ്ടാക്കി ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു. ആർക്കിടെക്ചർ പഠനം കഴിഞ്ഞപ്പോൾ സിനിമയിലെ ആർട്ട് വർക്കിൽ താല്പര്യം വന്നു. അങ്ങനെയാണ് സാബു സിറിൽ വഴി വിക്രം നയൻതാര ചിത്രം ഇരുമുഖനിൽ അസിസ്റ്റന്റിൽ കയറുന്നത്. അവിടെ നിന്നാണ് അഭിനയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. തെലുങ്ക് ചിത്രമായ ഹലോയിൽ നാഗാർജുനയുടെ മകനൊപ്പം അഭിനയിച്ചു. പിന്നീട് ശിവകാർത്തികേയനൊപ്പം തമിഴിൽ ഹീറോ എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി. പിന്നെയാണ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തുന്നത്. 2022 ജനുവരിയിൽ 2 സിനിമകളാണ് കല്യാണിയുടേതായി റിലീസായത്: ബ്രോഡാഡിയും ഹൃദയവും. പ്രണവുമായിട്ടുള്ള ഹൃദയം സൂപ്പർഹിറ്റ് ആവുകയും കല്യാണിക്ക് പേര് നേടിക്കൊടുക്കുകയും ചെയ്തു. ജോഷിയുടെ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി അമ്മു നേരിട്ട ബുദ്ധിമുട്ടുകൾ കണ്ട് ലിസിക്ക് തന്നെ ഭയങ്കര സങ്കടം വന്നിരുന്നു. ദിവസവും 2 മണിക്കൂർ ജിംനാസ്റ്റിക് പരിശീലനവും
പരിക്കുകളും ഒക്കെയായിരുന്നു. നിരവധി സിനിമകളിൽ അഭിനയിച്ച കല്യാണി ഓരോ പടങ്ങൾ കഴിയുന്തോറും തന്റെ കഠിനാധ്വാനം കൊണ്ട് അഭിനയവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. കല്യാണിക്ക് അമ്മ ലിസിയെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ട്. അതിനായി അവൾ ശ്രമിക്കുന്നുമുണ്ട്. നല്ല വേഷങ്ങൾ തേടിയെത്തിയത് അഭിനയത്തിലേക്ക് തിരിച്ചുവരുമെന്ന ലിസിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ട് ഫ്ളാറ്റും കാറും ഒക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇതിനിടെ കല്യാണി പ്രിയദർശന്റെ വിവാഹം കഴിഞ്ഞു. പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് വന്നു. എന്നെ സോഷ്യൽ മീഡിയ പലവട്ടം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കല്യാണി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയേണ്ടത് കല്യാണിയെ മോഹൻലാലിന്റെ മകൻ പ്രണവ് വിവാഹം കഴിക്കുമോ എന്നാണ്. അത് പലരും ആഗ്രഹിക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാകും. ഞാനത് ലിസിയോട് തുറന്നു ചോദിച്ചു. അവർ നൽകിയ മറുപടി ഇതാണ്: അങ്ങനെ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടു വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ. അപ്പു അവരുടെയൊക്കെ ഒരു ഹീറോ പോലെയാണ് എന്നാണ് ലിസി പറഞ്ഞിരുന്നത് എന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. അതേസമയം സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ എന്നതിനപ്പുറം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യക്കും വളരെ പ്രിയപ്പെട്ട താരമാണ് കല്യാണി. ഹൃദയം, റോഡാടി, തല്ലുമാല, ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങിയ ഒട്ടനവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായിട്ടുണ്ട്. നിരവധി സിനിമകളിൽ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ നായികയായി അരങ്ങേറുന്നത്. പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കല്യാണി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി. 4ഓളം സിനിമകൾ ചെയ്തതിനു ശേഷമാണ് താരം അഭിനയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ കൈനിറയെ സിനിമകളും പ്രൊജക്ടുകളുമായുമെല്ലാം തിരക്കിലാണ്. കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ചും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. പ്രണവ് മോഹൻലാലുമായി കല്യാണി പ്രണയത്തിലാണെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുമായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ പ്രചരിച്ചിരുന്നത്. ഇവരുടെ വിവാഹത്തിനായി മോഹൻലാൽ പ്രിയദർശനും സംസാരിച്ചിരുന്നുവെന്നും മരുമകളായി കല്യാണിയെ തന്നെ തെരഞ്ഞെടുത്തതായും പ്രചരിച്ചിരുന്നു. ചെറുപ്പം മുതൽ അടുത്ത സുഹൃത്തുക്കളായ പ്രണവിന് ഇപ്പോൾ 34 വയസ്സ് കഴിഞ്ഞു. കല്യാണപ്രായമായതിനാൽ തന്നെ പ്രണവിനെയും കല്യാണിയെയും വൈകാതെ വിവാഹം കഴിപ്പിക്കാനാണ് നീക്കമെന്നും പറയപ്പെട്ടിരുന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ സൗഹൃദം പോലെ തന്നെ ചെറുപ്പം മുതൽ ഇതുവരെയും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് നല്ല സുഹൃത്തുക്കളാണ് കല്യാണിയും പ്രണവും. സോഷ്യൽ മീഡിയയിൽ കല്യാണി ഇടയ്ക്കിടെ പ്രണവുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. അതേസമയം ഇത്തവണ കുടുംബത്തോടൊപ്പം മനോഹരമായാണ് കല്യാണി പിറന്നാൾ ആഘോഷിച്ചത്. വലിയ ആളും ആരവുമില്ലാതെ ചെറിയൊരു ആഘോഷമായിരുന്നു നടന്നത്. മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രിയദർശൻ പങ്കുവച്ചിരുന്നു. കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷം എന്നാണ് പ്രിയദർശൻ ക്യാപ്ഷനായി കുറിച്ചത്. ചോക്ലേറ്റ് കേക്കിന് മുന്നിൽ നിറചിരിയുമായി ഇരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ മെർലിനെയും പ്രിയദർശനെയും കാണാവുന്നതായിരുന്നു. എന്നാൽ ഫോട്ടോ വൈറലായത് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രമായതുകൊണ്ട് മാത്രമല്ല, കുടുംബ ഫോട്ടോയിൽ ഒരു പുതിയ അതിഥിയെ കൂടി കണ്ടതുകൊണ്ടാണ്. വൈറൽ ഫോട്ടോയിൽ സിദ്ധാർത്ഥിന്റെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെ കാണാം. സിദ്ധാർത്ഥിന്റെയും മെർലിന്റെയും മകളാണോ? പ്രിയദർശൻ മുത്തശ്ശനായോ? പേരക്കുട്ടി പിറന്ന വിവരം അറിഞ്ഞില്ലല്ലോ. ലിസി എവിടെ? ലിസി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബ ഫോട്ടോ പൂർണ്ണമാകുമായിരുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകൾ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വകാര്യ ജീവിതം പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് സിദ്ധാർത്ഥ്. കുഞ്ഞിനെ കാണാൻ കല്യാണിയുടെ കുട്ടിക്കാല ചിത്രങ്ങളുമായി സാമ്യം തോന്നുന്നുവെന്ന് പ്രേക്ഷകർ കുറിച്ചിരുന്നു. അമേരിക്കൻ പൗരയും വിഷ്വൽ എഫക്ട് പ്രൊഡ്യൂസറുമാണ് മെർലിൻ. ചെന്നൈയിലെ ഫ്ളാറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും 10ഓളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കളുടെ സിംഹം എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥായിരുന്നു VFX ചെയ്തിരുന്നത്. ഈ ചിത്രത്തിന്റെ സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. കേരളത്തിലെ ഒരു ഗ്രാഫിക്സ് ഡിസൈനറാണ് സിദ്ധാർത്ഥ് പ്രിയദർശൻ. അമേരിക്കയിലാണ് സിദ്ധാർത്ഥ് ഗ്രാഫിക്സ് കോഴ്സ് പൂർത്തിയാക്കിയത്. പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യമായി VFX സൂപ്പർവൈസറായി പ്രവർത്തിച്ച സിനിമയാണ് മരക്കാർ അറബിക്കളുടെ സിംഹം. ചിത്രത്തിലെ വിഷ്വൽ എഫക്ട്സിന് 2019 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രത്യേക ജൂറി പുരസ്കാരമാണ് സിദ്ധാർത്ഥിന് ലഭിച്ചത്. വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യത്തിനു വേണ്ടി പ്രിയദർശനും ലിസിയും ഒരുമിച്ച് നിൽക്കാറുണ്ട്.